ഇതിൽ നമുക്ക് വീട്ടിലൊരു ഫിഷ് ടാങ്ക് ഉണ്ടാക്കണമെങ്കിലേ നമുക്ക് ഈ ഗ്ലാസിൻ്റെ അക്വേറിയം തന്നെ വേണമെന്നൊന്നുമില്ല. അതെ, ഇതുപോലത്തെ ഒരു ടബോ അതെ, ഇതുപോലത്തെ വട്ടത്തിലുള്ള ചരിവോ എന്തെങ്കിലും മതി. ഫിൽറ്ററും വേണ്ട, ഫിൽറ്ററും വേണ്ട. ഒരു 2-3 ആഴ്ച കഴിയുമ്പോൾ ഇത് ചെളി വരും. ചെളി വരുമ്പോൾ ഇതെങ്ങനെയാണ് വെള്ളം ചേഞ്ച് ചെയ്യണമെന്ന് ഞാൻ ഇപ്പോൾ കാണിച്ചു തരാം. ഈ ടാങ്കിലെ വെള്ളം നോക്കിയേ, ഫുൾ അഴുക്കല്ലേ നോക്കിയേ. ഇതെങ്ങനെ ക്ലീൻ ആക്കണേന്ന് അറിയോ? നമ്മൾ ഇതിങ്ങനെ പൈപ്പിൽ ഇത് കണക്ട് ചെയ്യുക. പൈപ്പിലോ അല്ലെങ്കിൽ വാട്ടർ ലെവലോ ആക്കുക. ഇതിങ്ങനെ വന്നു കഴിയുമ്പോൾ വെള്ളം വന്നു കഴിയുമ്പോഴത്തേക്കും നമ്മൾ ഇവിടെ സ്റ്റോപ്പ് ചെയ്യുക. ഒരു സൈഡ് പാത്രത്തിലേക്ക് ഇടുക, എന്നിട്ട് ഒരു സൈഡ് ഇതിലേക്ക് നെക്കിപ്പിടിക്കുക. ചെളിവെള്ളം ഇങ്ങനെ ഊറി ഊറി താഴേക്ക് വന്നതാണ്. നമ്മൾ ആദ്യം കണ്ടപ്പോൾ ഇത്രയും മീനുണ്ടോയെന്ന് വരെ ഡൗട്ടാണല്ലോ. ഇപ്പോൾ കണ്ടോ, ടാങ്ക് ക്ലിയർ ആയല്ലേ? ടാങ്ക് ക്ലിയർ ആയി. പുതിയ വെള്ളം നിറക്കാം അല്ലേ? ഇത് കണ്ട, ഇത് 2 ആഴ്ച കഴിഞ്ഞപ്പോൾ നമ്മൾ അവിടെ നിന്ന് എടുത്ത വെള്ളമാണ്. ഇത് നല്ലൊരു മീൻ വളമാണ്. ഇത് മീനിൻ്റെ ഫുഡും മീനിൻ്റെ കാഷ്ണം കൂടി ചേർത്താണ്. ഇത് നമുക്ക് ഡയറക്റ്റായിട്ട് നമുക്ക് ചെടികൾക്ക് ഒഴിക്കാം. വെള്ളമൊന്നും ചേർക്കണ്ട, ഡൈല്യൂട്ട് ചേർക്കണ്ട. നല്ലൊരു വളമാണിത്. അതെ അല്ലേ? വളരെ സിമ്പിളാണ് അല്ലേ? വളരെ സിമ്പിളാണ്. ആഴ്ചയിൽ ഒരിക്കൽ വെള്ളം മാറ്റി കൊടുത്താൽ മതി, ഫിൽറ്റർ വേണ്ട. അതെ.